ഈ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ മുഖം, വ്യത്യസ്തമായ ചിന്തകൾ, വ്യത്യസ്തമായ ജീവിതം. പക്ഷേ ഇതെല്ലാം വെറും പുറംകാഴ്ചകൾ മാത്രമാണെങ്കിൽ ആഴത്തിൽ നോക്കിയാൽ നമ്മളെല്ലാവരും ഒരേ ഉറവിടത്തിൽ നിന്നുള്ളവരാണെങ്കിൽ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് പ്രകൃതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമമാണ്, ലോ ഓഫ് ഡിവൈൻ വൺനെസ്. ഈ ഒരു നിയമം മനസ്സിലാക്കിയാൽ ജീവിതത്തെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഊർജമാണ്. നമുക്ക് ചുറ്റും കാണുന്ന ഓരോ വസ്തുവും ഊർജത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. സൂര്യൻ്റെ പ്രകാശം, അഗ്നിയുടെ ചൂട്, കാറ്റിൻ്റെ ശക്തി, വൈദ്യുതി, ശബ്ദം, ഇവയെല്ലാം ഊർജമാണ്. എന്നാൽ ശാസ്ത്രവും ആത്മീയതയും ഒരു കാര്യത്തിൽ യോജിക്കുന്നു: ഈ പ്രപഞ്ചത്തിലൊന്നും പൂർണ്ണമായും നിശ്ചലമല്ല. എല്ലാം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അണുക്കൾ പോലും എപ്പോഴും ചലനത്തിലാണ്. അതായത് ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഊർജമാണ്. നമ്മുടെ ചിന്തകൾക്കും ഊർജമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ സന്തോഷമുള്ള ഒരാളുടെ അടുത്ത് പോയാൽ കാരണമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ആ സന്തോഷം ലഭിക്കുന്നു. എന്നാൽ ദേഷ്യപ്പെടുന്ന ഒരാളുടെ അടുത്ത് പോയാലോ നിങ്ങളും അസ്വസ്ഥരാകുന്നു. എന്തുകൊണ്ട്? കാരണം വികാരങ്ങൾക്കൊരു സ്പന്ദനമുണ്ട്, ചിന്തകൾക്ക് ഒരു ഊർജമുണ്ട്. നമ്മൾ പുറത്തുവിടുന്ന ആ ഊർജം ചുറ്റുമുള്ളവരെയും സ്വാധീനിക്കുന്നു. നമ്മുടെ ശരീരം നോക്കൂ, അതിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഓരോ കോശത്തിനും വ്യത്യസ്തമായ ജോലികളുമുണ്ട്. ഹൃദയകോശം, മസ്തിഷ്കകോശം, രക്തകോശം എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ അവയെല്ലാം ചേർന്ന് ഒരൊറ്റ ശരീരം. ഒരു കോശം നശിച്ചാലും ശരീരം ജീവിച്ചിരിക്കുന്നു. കാരണം അത് വലിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തെ ഒരു മഹാശരീരമായി സങ്കല്പിക്കൂ. അതിലെ ഓരോ മനുഷ്യനും, ഓരോ മൃഗവും, ഓരോ മരവും, ഓരോ നദിയും, ഓരോ നക്ഷത്രവും ആ മഹാശരീരത്തിലെ ഓരോ കോശങ്ങൾ പോലെയാണ്. നമ്മൾ വേറിട്ടവരാണെന്ന് തോന്നുന്നു, പക്ഷേ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരേ ജീവശക്തിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ ആൽമരം മനസ്സിലൊന്ന് വരച്ചു നോക്കൂ. ആയിരക്കണക്കിന് ഇലകൾ. ഒരു ഇല മറ്റൊന്നുപോലെയല്ല, എന്നാലും ഓരോ ഇലയിലും ഒഴുകുന്നു ജീവൻ. വേരിൽ നിന്നാണ്. ഒരു ഇല മറ്റൊന്നോട് പറഞ്ഞാൽ ഞാൻ നിന്നേക്കാൾ വലിയവൻ, അതെത്ര വിചിത്രമായിരിക്കും. കാരണം ഇരുവരുടെയും ജീവൻ ഒരേ വേരിൽ നിന്നാണ്. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. ഈ സത്യം മനസ്സിലായാൽ നമ്മുടെ അഹങ്കാരം കുറയുന്നു. മറ്റൊരാളെ വേദനിപ്പിക്കാനുള്ള മനസ്സ് കുറയുന്നു. കാരണം മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ഒരർത്ഥത്തിൽ സ്വയം വേദനിക്കുന്നത് പോലെ തന്നെയാണ്. സ്നേഹം, കരുണ, ക്ഷമ ഇവ ആത്മീയ ഗുണങ്ങൾ മാത്രമല്ല, ഈ ഏകത്വബോധത്തിൽ നിന്നാണ് അവ സ്വാഭാവികമായി ഉദിക്കുന്നത്. യോഗയും ധ്യാനവും പറയുന്നത് യോഗത്തിൻ്റെ ലക്ഷ്യം തന്നെ ശരീരം വളയ്ക്കുക മാത്രമല്ല, മനസ്സിനെ ശാന്തമാക്കുകയുമല്ല. യഥാർത്ഥ ലക്ഷ്യം ഈ ഏകത്വം അനുഭവിക്കുക എന്നതാണ്. ധ്യാനത്തിൽ മനസ്സ് നിശബ്ദമാകുമ്പോൾ ഞാൻ എന്ന ബോധം പതുക്കെ ശമിക്കുന്നു. അപ്പോൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ഒരു സമാധാനം അനുഭവപ്പെടുന്നു. ഇന്ന് മുതൽ ഒരു ചെറിയ പരിശീലനം ചെയ്യൂ. നിങ്ങൾ കാണുന്ന ഓരോ മനുഷ്യനെ നോക്കി മനസ്സിൽ പറയൂ, നമ്മുടെ ഉറവിടം ഒന്നാണ്. ഒരു മരം കാണുമ്പോൾ, ഒരു പക്ഷിയെ കാണുമ്പോൾ, ഒരു വയോധികനെ കാണുമ്പോൾ, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഈ ചിന്ത മനസ്സിൽ ആവർത്തിക്കൂ. പതുക്കെ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങും. വിധിയെഴുതൽ കുറയും, കരുണ വർദ്ധിക്കും, മനസ്സിന് സമാധാനം ലഭിക്കും. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം നമ്മൾ ഒറ്റപ്പെട്ടവരല്ല, നമ്മളെല്ലാവരും ഒരേ ജീവശക്തിയുടെ പ്രകടനങ്ങളാണ്. ഇതാണ് ലോ ഓഫ് ഡിവൈൻ വൺനെസ്. ഈ ഒരു നിയമം മനസ്സിലാക്കുന്നത് ആത്മീയ യാത്രയുടെ ആദ്യ ചുവടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള ആത്മീയത, യോഗ, ധ്യാനം, മനഃശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾക്കായി യോഗ ആൻഡ് മെഡിറ്റേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ പ്രകൃതിയുടെ രണ്ടാം നിയമമായ ലോ ഓഫ് വൈബ്രേഷൻ വളരെ ലളിതമായി മനസ്സിലാക്കാം. ഇത് നഷ്ടപ്പെടുത്തരുത്. നന്ദി, നമസ്കാരം. ലോക സമസ്ത സുഖിനോ ഭവന്തു.